ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടർക്കിഷ് ഫത്തയറാണ്. ഇതിന് ടർക്കിഷ് പിസ്സ എന്നും പറയും. ഞാൻ ഇന്ന് ചീസ് ഫത്തയറാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ ചീസ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബീഫ് അതുപോലെ ചിക്കനൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാനിന്ന് സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കൂടെ ചെയ്തേക്കാം. ഇനി നമുക്ക് ബ്രെഡിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കുറേശ്ശെ പാൽ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. നിങ്ങൾ പാൽ ചേർത്ത് കൊടുക്കുമ്പോഴേ ചെറിയ ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം. അതല്ല എങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഒന്നുമുള്ള പാൽ ചേർക്കരുത്. നോർമൽ ടെമ്പറേച്ചറായിട്ടുള്ള പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ വെള്ളം വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇല്ല എങ്കിൽ ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം വേണമെങ്കിൽ അങ്ങനെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ പാൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് കുഴച്ചെടുക്കാം. എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ബ്രെഡിന് സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഓയിൽ നല്ലതുപോലെ ഈ മാവിനകത്തേക്ക് യോജിച്ച് വരണം. അതുവരെ കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ വലിച്ച് വേണം കുഴച്ചെടുക്കാൻ. എന്നാലേ നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് കിട്ടുള്ളൂ. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നല്ലതുപോലെ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ നീളത്തിലാക്കിയതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് എത്രണ്ണം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നും എടുത്തിട്ട് നല്ലതുപോലെ ഫിനിഷ് ചെയ്തിട്ട് ബോൾസാക്കി എടുക്കാം. ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പരത്തിയെടുക്കണം. നിങ്ങൾക്ക് പൊടി ചേർക്കാണ്ട് പരത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. കാരണം നമ്മളിത് ഒട്ടിച്ചൊക്കെ എടുക്കാനുള്ളതാണ്. പൊടി കൂടുതലായാൽ ഇത് നല്ലതുപോലെ ഒട്ടിക്കിട്ടത്തില്ല. ഇങ്ങനെ നീളത്തിൽ വേണം പരത്തിയെടുക്കാൻ കേട്ടോ. വീതി കൂട്ടാണ്ട് നീളത്തിൽ പരത്തിയെടുക്കാം. ഇനി എങ്ങനെയാണ് ഫത്തയർ ഷേപ്പ് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ 2 സൈഡും നമുക്ക് അകത്തോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കിതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗം ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടി നിൽക്കും. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ നടുഭാഗത്ത് ചീസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചീസ് ഫത്തയറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചീസ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചിക്കനോ ബീഫൊക്കെ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ചീസ് വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് ആ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചീസ് ചേർത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് തക്കാളിയും അതുപോലെ ക്യാപ്സിക്കം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫത്തയറിൻ്റെ ഷേപ്പ്. ഇനി നമുക്കിത് നമ്മൾ ഏതിലാണ് ബേക്ക് ചെയ്യുന്നത് വെച്ചാൽ ആ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ നീളത്തിൽ പരത്തിയെടുക്കാം. എന്നിട്ട് അകത്തോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗവും മുകൾ ഭാഗവും ഒന്ന് കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചീസ് ചേർത്തിട്ട് മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ മുട്ടയുടെ മഞ്ഞ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് പാൽ വേണമെന്നുണ്ടെങ്കിൽ പാൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയ്ക്ക് പകരം പാൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. മുട്ടയൊക്കെ ചേർത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ശകലം എള്ള് ചേർക്കുന്നുണ്ട്. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓവന്. എന്നിട്ട് 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റോളം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങളുടെ ഓവനനുസരിച്ചിട്ട് ബേക്കിങ്ങിലൊക്കെ മാറ്റം വരും. അങ്ങനെ 35 മിനിറ്റിന് ശേഷം നമ്മുടെ ഫത്തയർ നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ശകലം ബട്ടർ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
നിങ്ങൾ ബ്രെഡിൻ്റെ എന്ത് ഐറ്റം ഉണ്ടാക്കുകയാണ് എങ്കിലും ഉണ്ടാക്കുന്ന അന്ന് കഴിക്കാണ്ട് പിറ്റേ ദിവസം വേണം കഴിക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ബ്രെഡ് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇത് ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് തന്നെ കിട്ടും. ചൂടോട് കൂടിയിട്ട് ബ്രെഡിൻ്റെ എന്ത് ഐറ്റം നിങ്ങൾ കഴിക്കുകയാണ് എങ്കിലും അത് നല്ല കട്ടിയായിട്ടായിരിക്കും കിട്ടുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. നിങ്ങൾ ഇതുവരെ ഫത്തായർ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചേക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. ഞാൻ മുഴുവൻ മാവും വെച്ചിട്ട് ഇതുപോലെ ഫത്തായർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ഷേപ്പ് മാറ്റിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഇതുപോലെ ചീസും ക്യാപ്സിക്കും തക്കാളിയൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചേക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കൂടെ ചെയ്തേക്കണം. ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം.